ചില സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മളോട് പറയുകയാണ്, മറ്റുള്ളവർക്ക് ഇടർച്ച നൽകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ദുഷ്പ്രേരണകൾ നൽകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നീ മൂലം ആരെങ്കിലും പാപം ചെയ്യാനായിട്ട് ഇടയായാൽ അത് ഒരു വലിയ കാര്യമാണ്, അല്ലെ? അതിനേക്കാളും നല്ലത് ഈശോ പറയുന്നത് തിരികല്ല് സ്വന്തം കഴുത്തിൽ കെട്ടിയിട്ട് കടലിലേക്ക് താഴ്ത്തപ്പെടുന്നതാണ്, കടലിലേക്ക് എടുത്ത് ചാടുന്നതാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഹീനമായിട്ടൊരു പ്രവൃത്തിയായിട്ട് ഈശോ പോലും അതിനെ കരുതുന്നുണ്ട്. എൻ്റെ പ്രവർത്തികൾ മൂലം, എൻ്റെ വാക്കുകൾ മൂലം ഒരാൾ പാപത്തിൽ വീഴാനായിട്ട് ഇടയായാൽ, എൻ്റെ പ്രവൃത്തികൾ മൂലം, എൻ്റെ പാപങ്ങൾ മൂലം ഒരാൾ പാപത്തിൽ വീഴാനായിട്ട് ഇടയായാൽ അത് അത്ര വലിയ ഒരു കാര്യമായിട്ട് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ കണക്കാക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഈശോ നമ്മളോട് അവിടെ പറയുന്നുണ്ട്, സ്വന്തം സഹോദരൻ തെറ്റ് ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. അല്ലെ, ഒരു ദിവസം 7 തവണ അവൻ തെറ്റ് ചെയ്യുകയും 7 തവണയും തെറ്റ് ചെയ്ത് കഴിഞ്ഞു വന്നിട്ട് നിന്നോട് അനുദപിച്ച് എന്നോട് ക്ഷമിക്കണമേ എന്ന് അവൻ പറയുകയാണെങ്കിൽ നീ അവനോട് കാരുണ്യപൂർവ്വം ക്ഷമിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചുമ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ ഓർക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, എൻ്റെ വാക്കുകൾ മൂലം, പ്രവർത്തികൾ മൂലം മറ്റാരെയും പാപത്തിലേക്ക് തള്ളിയിടാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ആരെങ്കിലും പാപം ചെയ്തു എന്ന് എന്നോട് പറഞ്ഞാൽ അവനോട് കരുണയോടെ പ്രവർത്തിക്കുക, അവനോട് ക്ഷമിക്കാനായിട്ട് തയ്യാറാവുക. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.